കേരളത്തില് സമീപകാലത്ത് വീണ്ടും ദേശീയ വിദ്യാഭ്യാസ നയവും PM ശ്രീ പദ്ധതിയും ചർച്ചാ വിഷയമാണല്ലോ. അതിനെക്കുറിച്ച് ചെറിയ ചില നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കാം. PM ശ്രീ വിദ്യാഭ്യാസ പദ്ധതി ഇന്ത്യയിലെ സ്കൂളുകളുടെ ഗുണമേന്മയും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ്. പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതി 2022 സെപ്റ്റംബർ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയുടെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ഇതിനെ കാണുന്നത്. ഭൂരിപക്ഷ സംസ്ഥാനങ്ങളും ഈ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. മാഹി കേന്ദ്ര ഭരണ പ്രദേശമായതുകൊണ്ട് മയ്യഴിയിലെ ചാലക്കര ഉസ്മാൻ ഹൈസ്കൂൾ PM ശ്രീ പദ്ധതി കഴിഞ്ഞ വർഷം തന്നെ ആരംഭിച്ചു. 44 ലക്ഷം രൂപ ലഭിച്ചുവെന്നാണ് അവിടുത്തെ ഹെഡ്മാസ്റ്റർ KV മുരളീധരൻ മാഷ് പറഞ്ഞത്. തലശ്ശേരിക്കും വടകരയ്ക്കും ഇടയ്ക്കുള്ള മലയാളി കുട്ടികളാണ് ആ സ്കൂളിൽ പഠിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ഈ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. ജവഹർ നവോദയ വിദ്യാഭ്യാസ പദ്ധതി 1985 നടപ്പാക്കിയത് കോൺഗ്രസ് ഗവൺമെന്റാണ്. രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നത് 12ലധികം ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്ന പണ്ഡിതനും പിന്നീട് പ്രധാനമന്ത്രിയുമായ PV നരസിംഹറാവു ആയിരുന്നു. വ്യക്തികളെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. കോൺഗ്രസ് നടപ്പാക്കിയത് അന്ന് അതിനെ എതിർത്ത് ഇടതുപക്ഷമാണ്. കോൺഗ്രസിന് ഭരണമില്ലാത്തത് കൊണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗും CPIയുമാണ് ഇപ്പോൾ എതിർപ്പുമായി വന്നിട്ടുള്ളത്. CPMന് വൈകിയാണെങ്കിലും വിവേകം ഉദിച്ചു എന്നത് നല്ല കാര്യം. ഇത് എതിർക്കപ്പെടേണ്ട പദ്ധതിയാണോ എന്ന് വിവേകമുള്ളവർ ചിന്തിക്കേണ്ടതാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോട് ദീർഘകാല വീക്ഷണത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയിൽ 14,500 സ്കൂളുകളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് പല നഗരങ്ങളിലെയും ഇന്റർനാഷണൽ സ്കൂളുകളിലുള്ള സംവിധാനങ്ങളൊക്കെ ഈ സ്കൂളുകളിൽ ഉണ്ടാകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. നഗരങ്ങളിലെ ഇത്തരം സ്കൂളുകളിൽ വലിയ ഫീസും അഡ്മിഷന് വേണ്ടി ലക്ഷങ്ങളുമാണ് കൊടുക്കേണ്ടി വരുന്നത്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ ആകെ 653 ജവഹർ നവോദയ സ്കൂളുകളാണ് ആരംഭിച്ചത്. കേരളത്തിൽ ഒരു ജില്ലയിൽ ഒരെണ്ണം മാത്രമാണ് തുടങ്ങിയത്. എന്നാൽ ഈ പദ്ധതി നടപ്പാവുന്നതോട് കേരളത്തിൽ 1400 സ്കൂളുകൾ PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടാൻ ഇടയുണ്ട്. ഇതുവഴി ഭാവിയിൽ മറ്റു സ്കൂളുകളും ഇതിനെ അനുകരിച്ച് ഗുണനിലവാരം ഉയർത്താനുള്ള ശ്രമവും ആരംഭിക്കും. ഇത് കേന്ദ്രത്തിന് മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. കാരണം വിദ്യാഭ്യാസത്തിൽ സ്റ്റേറ്റിനും കേന്ദ്രത്തിനും തുല്യ അവകാശമാണ്. മുടക്കേണ്ട പണവും 60:40 എന്ന അനുപാതമാണ്. കേരളത്തിൽ മികച്ച 1400 സ്കൂളുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് ഇവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്കാണ്. ലക്ഷങ്ങൾ കോഴ കൊടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ഉയർന്ന നിലവാരമുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പഠനം നടത്താൻ ഇതുവഴി കഴിയുന്നു. ഭാവിയിൽ ഇന്ത്യയെ വാർത്തെടുക്കാൻ ശേഷിയുള്ള യുവതീ യുവാക്കളെ കണ്ടെത്തുക എന്നതാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലാക്കാത്തവരാണ് ഇതിനെതിരെ പടയൊരുക്കം നടത്തുന്നത്. ഇത്തരം സ്കൂളുകളിലെ അധ്യാപകരായി തിരഞ്ഞെടുക്കുന്നവർക്ക് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും അനിവാര്യമാണ്. മിനിമം യോഗ്യതയിൽ സർവീസിൽ കയറിയ ശേഷം ഒരു ടെസ്റ്റ് പോലും എഴുതി പാസ്സാകാൻ കഴിയാതെ ഉയർന്ന തസ്തികയിലേക്കുള്ള പ്രൊമോഷന് വേണ്ടി സമരം നയിച്ച ചില അധ്യാപക സംഘടനകളും സമരവുമായി രംഗത്ത് വരാൻ ഇടയുണ്ട്. അധ്യാപക നിയമനത്തിന് ലക്ഷങ്ങൾ കോഴ കൊടുത്ത് സർവീസിൽ കയറാനുള്ള അവസരം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. 1968 1986 രാജ്യം മുന്നോട്ട് വെച്ച ദേശീയ വിദ്യാഭ്യാസ നയങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനാ ലക്ഷ്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാണെന്ന് അന്ന് അതിനെതിരെ സമരം നടത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. വിവേകം വൈകി ഉദിക്കേണ്ടതല്ല. ജ്യോതിബാസുവിന്റെ കാലത്ത് ബംഗാളിൽ ഉണ്ടായ ചില സംഭവങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ബംഗാളിൽ ബക്രേശ്വർ വൈദ്യുത പദ്ധതിക്കായി ജപ്പാൻ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ കേന്ദ്രത്തിന്റെ സഹായം തേടിയത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവാണ്. 2006 സഹാവ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് നഗരവികസനത്തിനായുള്ള ADB വായ്പയിൽ കേരളം ഒപ്പുവയ്ക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞാണ് മന്ത്രിസഭയുടെ അംഗീകാരം തേടിയത്. ഉത്തരം മുട്ടിയ VS അന്ന് നിയമസഭയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ അറിഞ്ഞല്ല വായ്പാ കരാറിൽ ഒപ്പിട്ടത് എന്നാണ്. മന്ത്രിമാരായ തോമസ് ഐസക്കും പാലോളി മുഹമ്മദ് കുട്ടിയും ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നും അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ കോലാഹലമൊക്കെ കെട്ടടങ്ങിയതിൻ്റെ കഥ ഇവിടെ വിരിക്കുന്നില്ല.
അന്നും CPI ശക്തമായി എതിർത്തിരുന്നു. ഒടുവിൽ സെക്രട്ടറി വെളിയം ഭാർഗവൻ തന്നെയാണ് ഒത്തുതീർപ്പ് ഫോർമുലയായി ഉണ്ടാക്കിയത്. ശാസ്ത്ര സാങ്കേതിക പുരോഗതി മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സഹായിക്കുമെന്ന് പ്രസംഗിക്കുകയും എന്നാൽ അത് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ സമരമുഖത്തെത്തുന്നതും കേരളത്തിന്റെ ഒരു പതിവ് രീതിയാണ്. നിലം ഉഴുതാൻ ട്രാക്ടർ വന്ന കാലത്തും കൊയ്യാൻ യന്ത്രം വന്ന കാലത്തും കമ്പ്യൂട്ടർ വന്ന കാലത്തും ഒക്കെ ഉണ്ടായതാണ്. അതിന്റെ ഫലമായി കേരളത്തിലെ നെൽകൃഷി എവിടെ എത്തിയെന്ന് പറയേണ്ടതില്ലല്ലോ. ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. PM ശ്രീ പദ്ധതി വരുന്നതോട് ആ സ്കൂളുകളിൽ ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സ്കൂൾ പ്രവേശന പ്രായം, മൂല്യനിർണയ മാറ്റങ്ങൾ, അധ്യാപകരുടെ യോഗ്യതകൾ, നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക്, അപാർ ID, 4 വർഷ സംയോജിത അധ്യാപക പരിശീലനം കോഴ്സ്, ഇങ്ങനെ ഈ നയത്തിന്റെ സാങ്കേതികമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ദീർഘവീക്ഷണത്തോടു കൂടി ഉള്ളതാണ്. കൂട്ടത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും ചിലത് പറയേണ്ടതുണ്ട്. യൂറോപ്യൻ വിദ്യാഭ്യാസ പദ്ധതിയാണ് കഴിഞ്ഞ 2 നൂറ്റാണ്ടായി, കൃത്യമായി പറഞ്ഞാൽ 1835 മുതൽ ഇന്ത്യ പിന്തുടരുന്നത്. കാഴ്ചയിൽ ഇന്ത്യക്കാരാണെങ്കിലും അഭിരുചിയിലും വിശ്വാസത്തിലും യൂറോപ്യന്മാരായ ആളുകളെ ഇന്ത്യയിൽ സൃഷ്ടിക്കുക എന്നതായിരുന്നു മെക്കാളയുടെ വിദ്യാഭ്യാസ പദ്ധതി. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ രീതി പിന്തുടരില്ലെന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും നെഹ്റു പാശ്ചാത്യ വിദ്യാഭ്യാസ പദ്ധതിയിൽ അടിമുടി മാറ്റം വരുത്താൻ തയ്യാറായില്ല. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 10 വർഷം മുമ്പ് ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടുണ്ടായ വാർത്താ വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് പോലും വേണ്ട പരിഗണന കിട്ടിയില്ല. ഇന്ത്യയുടെ പരമ്പരാഗതമായ അറിവുകളെ നിഷേധിച്ചുകൊണ്ടുള്ള പഠന പ്രക്രിയയാണ് നമ്മൾ കാലങ്ങളായി പിന്തുടരുന്നത്. ഹിമാലയത്തെ പോലെ ഉയർന്നു നിൽക്കുന്ന ജ്ഞാന കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നത് തെറ്റാണോ? രാജ്യത്തിന്റെ പൈതൃകമായ പാരമ്പര്യത്തെക്കുറിച്ച്, അതിന്റെ സംസ്കാരത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾ അറിയേണ്ടതല്ലേ? ഇതാണ് ഈ വിദ്യാഭ്യാസ പദ്ധതിയെ എതിർക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന പോരായ്മകൾ. 2020 മുതൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പൊതു വിദ്യാഭ്യാസ നയം ദീർഘമായ ചർച്ചയ്ക്ക് ഒടുവിലുണ്ടായതാണ്. അതിന്റെ ഭാഗം മാത്രമാണ് PM ശ്രീ പദ്ധതി. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി എതിർക്കുന്നവർക്ക് വിദ്യാഭ്യാസം സ്റ്റേറ്റിന് കൂടി അധികാരമുള്ളത് കൊണ്ട് ഈ പദ്ധതിയേക്കാൾ മികച്ച പദ്ധതി നടപ്പാക്കാവുന്നതാണ്. കേന്ദ്ര പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന്റെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കേണ്ടതുണ്ട്. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ അപാർ ID എന്തെന്ന് വിശദമാക്കാം. അപാർ ID അഥവാ ആട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി, ഇതാണ് വിദ്യാർത്ഥികൾക്കായി ഉണ്ടാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ ഡിജിറ്റൽ ID. വിദ്യാർത്ഥിക്ക് ജീവിതം മുഴുവൻ ഉപയോഗിക്കാവുന്ന ഒൺ നേഷൻ ഒൺ സ്റ്റുഡന്റ് ID എന്ന ആശയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ സംവിധാനം. ഓരോ വിദ്യാർത്ഥിക്കും സ്ഥിരമായ അക്കാദമിക് തിരിച്ചറിയൽ നമ്പർ, പെർമനന്റ് അക്കൗണ്ട് ID ഉണ്ടാവുക. ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ എല്ലാ വിവരങ്ങളും സ്കൂൾ മുതൽ കോളേജ് വരെ ഒരൊറ്റ ഡിജിറ്റൽ അക്കൗണ്ടിൽ സൂക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത. വിദ്യാർത്ഥി സ്കൂൾ മാറിയാലും സംസ്ഥാനം മാറിയാലും അക്കാദമിക് റെക്കോർഡുകൾ സുരക്ഷിതമായി നിലനിൽക്കും. മാർക്ക് ലിസ്റ്റുകൾ, സർട്ടിഫിക്കറ്റുകൾ, സ്കോളർഷിപ്പ് വിവരങ്ങൾ എല്ലാം അപ്പോൾ അപ്ലോഡ് ചെയ്ത് ഡിജിറ്റൽ ലോക്കറിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് സ്കൂൾ മാറിയാലും പുതിയ സ്കൂളിലേക്ക് വിവരങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ കാണാനും ഡൗൺലോഡ് ചെയ്യാനും കഴിയും. വിദ്യാർത്ഥിയുടെ ഇത്തരം വിവരങ്ങൾ എല്ലാം ആധാർ വെരിഫിക്കേഷനോടുകൂടി സുരക്ഷിതമായിട്ടാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ ID ലഭിക്കാൻ രജിസ്ട്രേഷൻ നടത്തുന്നത് സ്കൂൾ വഴിയാണ്. ഒരു വിദ്യാർത്ഥി 4ാം ക്ലാസ്സിൽ അപാർ ID സൃഷ്ടിച്ചാൽ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും കോളേജിലും ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും അങ്ങനെ എല്ലാ പഠന രേഖകളും ഒരേ ID ബന്ധിപ്പിക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചപ്പാടാണ് എന്ന് ആലോചിക്കേണ്ടതല്ലേ? ചുരുക്കത്തിൽ അപാർ ID ഒരു വിദ്യാർത്ഥിയുടെ ജീവിതകാലം അക്കാദമിക് തിരിച്ചറിയൽ കാർഡാണ്. പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഒരൊറ്റ ഡിജിറ്റൽ അക്കൗണ്ടിൽ സുരക്ഷിതമായിരിക്കും. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതോട് ലോകോത്തര നിലവാരമുള്ള കുട്ടികൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലും ഉണ്ടാവും. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിന്നാണ് മഹാന്മാരായ പലരും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇപ്പോൾ വിദേശത്തേക്കാണ് പോകുന്നത്. ഇത് നടപ്പാക്കുന്നതോട് രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ തിരിച്ചറിയുന്ന കുട്ടികൾ വരും. അതുവഴി മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകേണ്ടതല്ല. ഇന്നത്തെ കുട്ടികളാണ് നാളെ ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കാൻ പോലും പ്രാപ്തരായ പ്രമുഖ വ്യക്തികളായി മാറുന്നത്. ഈ പദ്ധതി വഴി കേരളത്തിന്റെ പാഠ്യപദ്ധതി എല്ലാം മാറും എന്ന് പറയുന്നത് തെറ്റാണ്. കരിക്കുലം ഫ്രെയിംവർക്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം സ്റ്റേറ്റിനുണ്ട്.
കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നത് സംസ്ഥാനത്തിന്റെ കൂടി നികുതി പണം കൊണ്ടാണ്. കേരളത്തിലെ 40 ലക്ഷത്തിലധികം കുട്ടികൾ ഗുണം വരുന്ന ഈ പദ്ധതിക്കെതിരെ നിൽക്കുന്നവരെ കേരളത്തിലെ യുവജനങ്ങൾ നാളെ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതി കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി മാറും. ഇന്ത്യ മുഴുവൻ ഈ വിദ്യാഭ്യാസ പദ്ധതി വരുന്നതോടുകൂടി ലോകത്തിന്റെ നെറുകയിലേക്ക് വരുന്ന 10 വർഷം കൊണ്ട് 15 വർഷം കൊണ്ട് എത്തിച്ചേരുന്നത് ഒരു മഹത്തായ കാര്യമാണ്. അതിനെ സ്വീകരിക്കുക തന്നെ വേണം എന്ന് മാത്രമേ പറയാനുള്ളൂ.